ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉപ്പാപ്പായും ഉമ്മച്ചായും വന്നിട്ടുണ്ടായിരുന്നേ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണേ വന്നത്. ഇന്ന് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ. ഉപ്പാപ്പായും മച്ചാൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട്. അങ്ങനെ അതിലുണ്ടായിരുന്ന ഐസ്ക്രീം എടുത്ത് ഫ്രിഡ്ജ് വെക്കാനാണ് പോകുന്നത്. വന്നതിന് ശേഷം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് അരിപ്പായസം. അതുകൊണ്ട് ഉമ്മച്ച വന്നപ്പോൾ അരിപ്പായസം കൂടെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാനായിട്ടിരുന്നേ. സാധാരണ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല, പക്ഷെ എല്ലാവരും കൂടെ ഇരിക്കുന്നല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനും പോയിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നേ. ദേ ഈ റംബുട്ടാൻ കണ്ടില്ലേ, ഇതെല്ലാം ചുമന്നതാണ്, നല്ല ചുമന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചുമന്ന റംബുട്ടാന് വേണ്ടിയിട്ടാണ് ഞാനും അനിയത്തിയും കൂടെ അടിയുണ്ടാക്കാറ്. പിന്നെ കുറച്ചു നേരം സിറ്റൗട്ടിലൊക്കെ വന്നിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ കാര്യം പറയാറുണ്ടേ. പിന്നെ ഇന്ന് ഉമ്മച്ചായൊക്കെ ഇവിടെ സ്റ്റേ ആണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് അൽഫാമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പെരി പെരി അൽഫാമാണ്. ഇത് മയോണൈസിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനി പിറ്റേന്ന് സ്കൂളിൽ പോകണല്ലോ എന്ന് ഓർത്ത് വിഷമത്തിലായിരുന്നേ. അപ്പോഴാണ് എഡ്യൂക്കേഷൻ ബന്ധാണെന്ന് അറിഞ്ഞത്. അപ്പോഴത്തേക്ക് സ്കൂളൊക്കെ അവധിയാണല്ലോ. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. സിറ്റോട്ടിരുന്ന് ഇങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. രാവിലത്തെ വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും തന്നെ ഉച്ചയായി. പിന്നെ എല്ലാവരും കൂടിയിട്ട് ചോറ് കഴിക്കാനായിട്ടിരുന്നേ. കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമിലേക്ക് പോവാന്ന് വിചാരിച്ചേ. ഡ്രസ്സിന് മാച്ച് ഇയറിങ്സ് കണ്ടുപിടിക്കാന്നുള്ളത് എനിക്ക് വലിയൊരു പണിയാണ്. മഴയും വെയിലും എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നേ. അങ്ങനെ എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങിയേ. വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ദേ ഈ സെൽഫി സ്റ്റിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ടേ. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നേ. അവിടെ നിന്ന് നമുക്കുള്ള ടിക്കറ്റും പാർക്കിംഗ് ചാർജൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറിയേ. ആദ്യം കയറി പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ, പലതരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് കാണാൻ തന്നെ നല്ല രസമാണേ. പിന്നെ ഉണ്ടായിരുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഈ ഒരു മഞ്ഞപ്പൂക്കള്. കണ്ടില്ലേ, എന്ത് രസമല്ലേ. പിന്നെ അവിടെ ആയിട്ട് ഓരോ സ്റ്റാച്യൂസും കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഇനി ഡാമിന്റെ പുറത്തൂടെ നടക്കാനായിട്ട് പോവാണേ. ഇതിന്റെ സൈഡിലായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ, അതാ കണ്ടില്ലേ. ഡാമിന്റെ പുറത്തൂടെ നടക്കുമ്പോഴത്തേക്കും ആ വെള്ളം കാണാനായിട്ട് നല്ല രസമാണ്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഡാമിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും ഒരു സൈഡ് വെള്ളം, ഒരു സൈഡ് ഗാർഡൻ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ 2 വ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡാമിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും ദേ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പോർഷൻ അവിടെ ഉണ്ട്. ഇവിടെ ടവറൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നേ. മാംഗോ ബാറാണ് വാങ്ങിച്ചത്. എല്ലാവരും ഐസ്ക്രീം കുടിച്ച് കഴിഞ്ഞു ഗൈസ്. പക്ഷെ എൻ്റെ ഐസ്ക്രീം മാത്രമേ ഇതുവരെ ആയിട്ടും തീർന്നിട്ടില്ല. അതേ കണ്ടില്ലേ. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്താനായിട്ട് പറ്റുമേ. ഈ ഒരു വഴി കൂടെയാണ് പോകേണ്ടത്. അതേ കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ഡാം ഉള്ളത്.
ഡാമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ്. നല്ല വെള്ള കളറിലാട്ടോ വെള്ളം വരുന്നത് കാണാൻ പറ്റുന്നത്. ഈ വഴി അത്രയും കാടായിട്ട് കിടക്കുകയാണ്. ഫുള്ളും ദേ കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എല്ലായിടത്തും കാടായിട്ട് കിടക്കുകയാണ്. ഡാമിന്റെ സൈഡിൽ ഇങ്ങനൊരു പ്ലേസ് ആണ്. ഇവിടെ ഇരിക്കാനായിട്ടും കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു പാർക്കിലാണ്. ഞങ്ങളിതിന് മുൻപ് വന്നപ്പോഴത്തേക്ക് ഇവിടെ വർക്ക് കിടക്കായിരുന്നു. ഇപ്പം ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 10th പഠിച്ച സ്കൂളിൽ ഇങ്ങനൊരു ഊഞ്ഞാലുണ്ടായിരുന്നേ. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ PT പീരീഡ് ആകുമ്പോൾ അതിൽ പോയി ഇരിക്കായിരുന്നു പതിവ്. ഇപ്പോൾ ഇതിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ലൈഡായിരുന്നേ. സത്യം പറഞ്ഞ ആ ഒരു പാർക്കിലെ അട്രാക്ഷൻ തന്നെ ഈ ഒരു സ്ലൈഡാണ്. പിന്നെ ഞങ്ങൾ ഡാമിന്റെ അപ്പുറത്തെ സൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഐ ലവ് നെയ്യാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഉള്ള ഒന്നാണല്ലോ ഇത്. അതുപോലെ ഇവിടെയും ഉണ്ട്. ഇതിനു മുൻപ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ എടുത്ത് അവിടെ നിന്നിട്ട്. ഈ സൈഡ് മുകളിൽ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. ഒരുപാട് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിലെ മുകളിൽ കയറിയപ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ കുറച്ച് പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല വെറൈറ്റീസിലുള്ള ചെടികളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രി കഴിക്കാനായിട്ട് പെറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം പോലെ തന്നെ പിറ്റേന്നും രാവിലെ കുറച്ച് ബിസി ആയിരുന്നേ. അതുകൊണ്ട് രാവിലത്തെ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയായപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നേ. ചോറും കോവയ്ക്ക തോരനും അച്ചാറും മീൻകറിയൊക്കെ ആയിരുന്നേ ഉണ്ടായിരുന്നത്. നമ്മുടെ മെയിൻ ഐറ്റം ഞാൻ വിട്ടുപോയി ഗൈസ്, നമ്മുടെ ഫിഷ് ഫ്രൈ. അതില്ലാതെ എന്ത് ലഞ്ചല്ലേ. ചോറ് കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ അതുപോയി വാങ്ങുന്നുണ്ടേ. പിന്നെ കുറച്ചു നേരം ഊഞ്ഞാലിലൊക്കെ പോയിരുന്നിട്ട് പുറത്തെന്താ നടക്കുന്നതെന്ന് നോക്കുക. പിന്നെ ഉപ്പാപ്പയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റോസാപ്പൂവ് ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് റോസ് വാട്ടർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി അതും ഉണ്ടാക്കിയേ. പിന്നെ ചായയും കുടിച്ച് ഉപ്പാപ്പയും മച്ചായും വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ കമന്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.